2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിലേക്ക് എത്തുന്നതിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വലിയ രീതിയിൽ അസ്വസ്ഥരാണ് എന്നതാണ് ഇപ്പോൾ സമീപകാല വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം മലേഷ്യയുടെ മണ്ണിൽ കാലെടുത്ത് കുത്തിയാൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ റാലി സംഘടിപ്പിക്കാൻ തീവ്ര ഇസ്ലാമിക പ്രഭാഷകനായ മുഹമ്മദ് സാംറി വിനോദ് ഇപ്പോൾ വലിയ രീതിയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അവരുടെ പ്രചരണത്തിലും തന്ത്രത്തിലും വഞ്ചിതരാകരുത്, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രത്തിന്റെയും പ്രചരണങ്ങളിലും തന്ത്രങ്ങളിലും തങ്ങൾ വഞ്ചിതരാകരുതെന്നും നുഴഞ്ഞു കയറ്റക്കാർക്കെതിരെ ഞങ്ങൾ പോരാടും. നാളെ രാത്രി 8 മണിക്ക് സോഗോ കെല്ലിന് മുന്നിൽ തന്നെ അവിടെ വലിയ രീതിയിൽ ഒരു റാലി സംഘടിപ്പിക്കാൻ നിങ്ങൾ ഒരുങ്ങണം എന്നതാണ് ഈ ഒരു പോസ്റ്റിൽ, അതായത് ഈ പ്രഭാഷകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ അനുയായികൾക്കായി തന്നെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല തന്റെ തീവ്ര അനുയായികളുമായി തന്നെ ചേർന്ന് റാലി സംഘടിപ്പിക്കുമെന്ന് ഇതിൽ വ്യക്തമായി തന്നെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യയിലേക്കുള്ള ചരിത്ര സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഈ നീക്കം നടത്താൻ ഒരുങ്ങുന്നത്. രാജ്യത്തിനായി മോദി നൽകുന്ന സംഭാവനകൾ ചെറുതല്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഇവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകളാകട്ടെ മോദിയുടെ വരവിൽ ഇടങ്കോലിടാൻ പല രീതിയിലും പല തന്ത്രങ്ങളും മെനയുകയാണ്, അല്ലെങ്കിൽ ആവിഷ്കരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയം റാലി പിൻവലിക്കാനുള്ള മലേഷ്യൻ സർക്കാരിന്റെ നിർദ്ദേശത്തെ ഈ പ്രഭാഷകനാകട്ടെ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. അതായത് സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നതാണ് മറ്റൊരു എടുത്തു പറയേണ്ട അപകടകരമായ കാര്യം. ഫെബ്രുവരി 7, 8 തീയതികളിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രിയാകട്ടെ അവിടെ ഡാറ്റോ സെരി അൻവാർ എബ്രഹാം മോദിയെ ക്ഷണിച്ചതനുസരിച്ചുകൊണ്ടാണ് ഈ സന്ദർശനം നടക്കുന്നത്. കുപ്രസിദ്ധ ഇസ്ലാമിക മതപ്രഭാഷകനായ മുഹമ്മദ് വിനോദ് ആകട്ടെ ഇപ്പോൾ ഒരു രാജ്യങ്ങളുടെയും അതായത് ഈ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധത്തെ തകർക്കുവാനും മലേഷ്യയിൽ താമസിക്കുന്ന ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുവാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് പോലും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അദ്ദേഹത്തെ അപായപ്പെടുത്തുവാനും അദ്ദേഹത്തിന് നേരെ വലിയ രീതിയിലുള്ള വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും അദ്ദേഹത്തിന് നേരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഈ പ്രഭാഷകനാകട്ടെ, ഈ മുസ്ലിം പ്രഭാഷകനാകട്ടെ അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മുൻപ് വിനോദ് കാളിമുത്തു എന്നതാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. മാത്രമല്ല 41കാരനായ ഇയാളാകട്ടെ ഇസ്ലാം മതം സ്വീകരിച്ചത് മുതൽ തന്നെ മുഹമ്മദ് സാംറിയായി തന്നെ ഹിന്ദു മതത്തെക്കുറിച്ച് വലിയ രീതിയിൽ വിദ്വേഷകരമായ പരാമർശങ്ങൾ നടത്തുകയും രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹത്തെ അപമാനിക്കാൻ ചെയ്യുന്ന പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തി വരുന്നതായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സാക്കിർ നായിക്കിന്റെ അനുയായിയുമാണ് മുഹമ്മദ് സാംറി. 2019 ഏപ്രിൽ ഹിന്ദു മതത്തെക്കുറിച്ച് അപമാനകരമായ പരാമർശങ്ങൾ നടത്തിയതിന് മലേഷ്യൻ സർക്കാർ മുഹമ്മദ് സാംറി വിനോദിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഹിന്ദു സമൂഹത്തിലെ അംഗങ്ങളും അതുപോലെ തന്നെ NGOകളും പോലീസിൽ 867 പരാതികൾ നൽകിയതിനെ തുടർന്നായിരുന്നു നടപടി സ്വീകരിച്ചത്. പീനൽ കോഡിലെ സെഷൻ 298A 1998 കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മൾട്ടിമീഡിയ ആക്ട് സെക്ഷൻ 233 എന്നിവ പ്രകാരം തന്നെ അവിടെ ഈ വിനോദിനെതിരെ കേസെടുത്തിരുന്നു. തന്റെ ഉപദേഷ്ടാവായ സാക്കിർ നായിക്കിനെ സർക്കാർ ഇന്ത്യയിലേക്ക് കൈമാറിയിട്ടുണ്ട് എങ്കിൽ തന്റെ മലേഷ്യൻ പൗരത്വം ഉപേക്ഷിക്കുമെന്നും വലിയ രീതിയിൽ ഒരു പ്രതിജ്ഞയെടുത്ത ഒരു ചരിത്രം കൂടി ഇതിൽ പറയാനുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടത്. ആദ്യം ഹിന്ദുവായി ജനിച്ചു, ഹിന്ദു വംശജനായിരുന്നു. പിന്നീട് അദ്ദേഹം മുസ്ലിം മതം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും മോദി സർക്കാരിനെ അട്ടിമറിക്കുവാനും അതുപോലെ തന്നെ മോദിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.